നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടയർ നിർമ്മാതാക്കൾ റബ്ബർ വില വീണ്ടും ഉയർത്തിയെങ്കിലും ഡിമാൻഡിന് അനുസൃതമായി ഷീറ്റ് കണ്ടെത്താൻ വാങ്ങലുകാർക്കായില്ല. വേനൽ മഴയുടെ വരവ് റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെങ്കിലും നിലവിൽ ഉൽപ്പാദകരുടെയും മധ്യവർത്തികളുടെയും കൈവശം റബ്ബർ സ്റ്റോക്ക് നാമമാത്രമാണ്. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ വില ക്വിൻ്റലിന് 400 രൂപ വർദ്ധിച്ചു 23,300 രൂപയായി. 5ാം ഗ്രേഡ് 23,800 രൂപയിൽ വിപണനം നടന്നു. ഒട്ടുപാൽ ലാറ്റക്സ് വിലകൾ കിലോ 150 രൂപയായി ഉയർന്നു. അടയ്ക്ക ഉൽപ്പാദനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചുരുങ്ങിയ വിവരം നിരക്ക് ഉയർത്തി ചരക്ക് സംഭരിക്കാൻ വ്യവസായികളെ പ്രേരിപ്പിച്ചു. കേരളത്തിലും കർണാടകത്തിലും കവുങ്ങ് കൃഷി വ്യാപകമെങ്കിലും കീടബാധകൾ മൂലം അടയ്ക്ക ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞത് വ്യവസായികളെ പ്രതിസന്ധിയിലാക്കി. മികച്ച ഇനങ്ങൾ കിലോ 500 രൂപയ്ക്ക് മുകളിൽ ഇടപാടുകൾ നടക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ചരക്ക് ക്ഷാമത്തിൽ ഉൽപ്പന്ന വില 800 രൂപ വരെയും ഉയർന്നിരുന്നു. ഉത്തര കേരളത്തിലെ കവുങ്ങ് തോട്ടങ്ങളെ ബാധിച്ച ഇലപ്പുള്ളി, മഹാളി രോഗങ്ങളാണ് കർഷകരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചത്. വിളവ് കുറഞ്ഞതോടെ രാജ്യത്തെ പാൻ മസാല വ്യവസായികൾ നിരക്ക് ഉയർത്തി ചരക്ക് സംഭരണത്തിന് ഇറങ്ങിയത്. നടപ്പ് സീസണിൽ ഉൽപ്പാദനം 40% വരെ കുറയുമെന്നാണ് വിലയിരുത്തൽ. ആഭ്യന്തര കവുങ്ങ് കർഷകരെ സംരക്ഷിക്കാൻ വിദേശ അടയ്ക്ക ഇറക്കുമതി ഡ്യൂട്ടി കുത്തനെ ഉയർത്തിയത് വിദേശ ചരക്ക് വരവ് നിയന്ത്രിച്ചു. ഇതിനിടയിൽ ബംഗ്ലാദേശ്, മ്യാൻമാർ അതിർത്തി വഴി അടയ്ക്ക കള്ളക്കടത്തായി എത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പരിശോധനകൾ കർശനമാക്കിയതോടെ കള്ളക്കടത്ത് നിലച്ചതാണ് ആഭ്യന്തര വില വീണ്ടും വർദ്ധിക്കാൻ അവസരമൊരുക്കിയത്. ഏലം ശേഖരിക്കാൻ ആഭ്യന്തര ഇടപാടുകാരും കയറ്റുമതിക്കാരും കാണിച്ച ഉത്സാഹം സ്റ്റോക്കിസ്റ്റുകൾക്ക് പ്രതീക്ഷ സമ്മാനിച്ചു. ഇന്ന് ലേലത്തിനെത്തിയ 45,929 കിലോഗ്രാം ഏലക്കയിൽ 44,407 കിലോയും വിറ്റഴിഞ്ഞു. ഉയർന്ന പകൽ താപനിലയിൽ ഒട്ടുമിക്ക തോട്ടങ്ങളും വരൾച്ചാ ഭീഷണിയിലാണ്. ശരാശരി ഇനം ഏലക്ക 2,516 രൂപയായും മികച്ച ഇനങ്ങൾ 3,294 രൂപയായും ഉയർന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.